ഹായ് ഹലോ നമസ്കാരം. മല്ലു കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് പക്കോട. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ആപ്ലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കുക്കറിലേക്ക് 4 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അതിൽ മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച ശേഷം 6 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ഉരുളക്കിഴങ്ങ്, കുക്കറിൻ്റെ വലിപ്പം ഇതെല്ലാം വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 6 വിസിൽ കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് എടുത്ത് കളയാം. എല്ലാ കിഴങ്ങും നമുക്ക് ഇതുപോലെ തന്നെ തൊലിയൊന്ന് എടുത്ത് മാറ്റിക്കളയാം. ഓക്കെ, ഇനി ഈ തൊലി കളഞ്ഞ കിഴങ്ങിനെ നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു വുഡ് സ്റ്റിക്ക് കൊണ്ട് ഞാനത് നല്ലപോലെ ഒന്ന് ഇടിച്ച് ഉടയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് ഇടിച്ചുടയ്ക്കാം. ഏകദേശം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ആ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി എടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, മൂത്ത് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് പൊടിപൊടിയായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളറൊന്ന് മാറി വരുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേണ്ട, കളറൊക്കെ മാറി നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണ്ടോ, നല്ലപോലെ ഇളക്കി കൊടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങിൽ നേരത്തെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഉപ്പ് ചേർക്കുന്നത്. ഓക്കെ, നിങ്ങളാണെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളിത് ഇടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാലയിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലോട്ടൊന്ന് പിടിക്കട്ടെ. അതുവരെയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കട്ടിക്കനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതുണ്ടോ, നമ്മുടെ ബാറ്ററിയുടെ ഏറെക്കുറെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലയൊന്നും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കൂടെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ ജാമ്പ് തേക്കുന്ന പോലെ തന്നെ ഇച്ചിരി കട്ടിക്ക് നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ മേളിലോട്ട് ഞാനത് വേറൊരു സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഞാനതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുക്കാം. നിങ്ങളതിൽ പരന്ന ബൗളോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ നമുക്ക് ഈ ബാറ്റർ ആക്കാവുന്നതാണ്. ഞാൻ ഈ ബൗളിൽ തന്നെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മുക്കിയെടുക്കാൻ ഇച്ചിരി ഒരു പ്രയാസമുണ്ട്. ഞാനത് കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഞാനിതാ നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഭാഗം ആയ ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. നമ്മൾ ഈ മാവ് വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന കാരണം നമുക്കിപ്പോൾ സ്നാക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, വെറൈറ്റി പലഹാരം ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഏകദേശം കളറൊക്കെ മാറി വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ഇതുപോലുള്ള സിമ്പിൾ ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.